ഇതിന് നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓൾറെഡി ഞാൻ ഈ വീഡിയോ മ്യൂസിക് ഇട്ടിട്ട് ഒരു തവണ പോസ്റ്റ് ചെയ്തതാണ് കേട്ടോ. പക്ഷേ നമുക്ക് ചെറിയൊരു കോപ്പിറൈറ്റ് ഇഷ്യൂ വന്നത് കാരണമാണ് ഡിലീറ്റ് ചെയ്തിട്ട് വോയിസ് എടുക്കാമെന്ന് കരുതിയത്. ഇന്ന് കേക്ക്സ് മാത്രമായിരുന്നില്ല, നമുക്ക് ബ്രൗണീസും ഡോണറ്റ്സും എല്ലാം ഓർഡർ ഉണ്ടായിരുന്നു കേട്ടോ. ഫസ്റ്റത്തെ കേക്ക് ഒരു മെസ്സിയുടെ തീമിൽ വരുന്ന കേക്കായിരുന്നു. അതിനപ്പോൾ ഒരു വൈറ്റ് ആൻഡ് ബ്ലൂ ഷെയ്ഡാണ് കേക്കിന് കൊടുത്തത്. എന്നിട്ട് നമുക്ക് പ്രിൻ്റൊക്കെ എടുക്കാൻ ചെയ്തിട്ടോ. പ്രിൻ്റ് എടുക്കുമ്പോൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് എടുക്കുക എന്നുള്ളത്. അത് നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഡൗട്ട്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇൻഷോട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ആപ്പിൽ നമ്മൾ ഡൗൺലോഡ് ചെയ്ത ഫോട്ടോസൊക്കെ വെച്ചിട്ട് നമുക്ക് തന്നെ എഡിറ്റ് ചെയ്യാം. പ്രിൻ്റ് എടുക്കാൻ മാത്രം നമ്മൾ ഏതെങ്കിലും ഒരു സ്റ്റുഡിയോയിൽ എന്തെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ അവർ നമുക്ക് പ്രിൻ്റ് എടുത്ത് തരും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ നോർമലി ചെയ്യാറുള്ളത്. അത് A3 സൈസിലും A4 സൈസിലും എല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ഏത് സൈസിലാണ് വേണ്ടതെന്നുള്ളത് നമ്മൾ പ്രത്യേകം പറഞ്ഞാൽ മതി. കാരണം കൂടുതൽ പ്രിൻ്റ് ഉള്ളപ്പോൾ A3 ഷീറ്റ് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കുറച്ച് ഫോട്ടോസൊക്കെ ഉള്ളൂന്നാണെങ്കിൽ A4 സൈസിൽ എടുത്താൽ മതി. ഈ ഒരു കേക്ക് ഹോളി കമ്മ്യൂണിന് വേണ്ടിയിട്ട് ചെയ്തതായിരുന്നു. അത് കസ്റ്റമൈസേഷനൊന്നും ആയിരുന്നില്ല. അപ്പോൾ ഞാൻ ഇതുപോലെ ഫ്രണ്ടിൽ ഒരു പ്രിൻ്റൊക്കെ കൊടുത്ത് ഫോക്സ് ബോൾസ് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കസ്റ്റമേഴ്സിന് പ്രത്യേകിച്ച് റെഫറൻസ് ഒന്നുമില്ല. ഇന്ന ഫംഗ്ഷൻ ആണെന്ന് പറയുകയാണെങ്കിലും നമ്മൾ നമ്മളുടേതായ രീതിയിലുള്ള എന്തെങ്കിലും ഒരു തീമും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ അതിന് നമ്മൾ എക്സ്ട്രാ പേയ്മെൻ്റ് ഒന്നും അങ്ങനെ വാങ്ങിക്കാറില്ല. ഫുള്ളി കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഒരു കേക്ക് ആണെങ്കിലും പിന്നെ എഡിബിൾ വർക്കുകളാണ് നമ്മൾ ചെയ്യണമെങ്കിലും എന്തായാലും നമുക്ക് പേയ്മെൻറ്റ് വാങ്ങിക്കാതിരിക്കാനും പറ്റില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മളുടെ വർക്ക് എന്തോരം ഉണ്ട്, അതുപോലെ പ്രിൻ്റൊക്കെ എത്ര എണ്ണം വെച്ച് നമ്മൾ എടുക്കുന്നുണ്ട്, അതൊക്കെ നോക്കിയിട്ടായിരിക്കും നമ്മൾ പേയ്മെൻറ്റ് പറയുന്നത്. ഇതൊരു കസ്റ്റമൈസ്ഡ് കേക്കായിരുന്നു. നമുക്ക് താഴത്തെ കേക്ക് ഒരു ഡാർക്ക് യെല്ലോ കളറും പിന്നെ മേലിൽ വൈറ്റ് ഡ്രിപ്സും ആയിരുന്നു. പക്ഷേ അത്രയും ഡാർക്ക് യെല്ലോ ആക്കണ്ട, കുറച്ച് ലൈറ്റ് യെല്ലോ ഷെയ്ഡ് മതി എന്ന് പറഞ്ഞ കാരണം ഈ രീതിയിലാണ് നമ്മൾ ഫൈനൽ ഡിസൈൻ ചെയ്തെടുത്തത്. ഈ ഒരു ഡോണറ്റിൻ്റെ ഓർഡർ തന്ന കസ്റ്റമർ നേരത്തെ നമ്മളുടെ കയ്യിൽ നിന്ന് കേക്ക് വാങ്ങിച്ചപ്പോൾ ഇനി എപ്പോഴെങ്കിലും ആ വഴി വേറെ ഓർഡർ കൊടുക്കാനോ അല്ലെങ്കിൽ ആ വഴി പോകുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ വേറൊരു ഓർഡറും കൂടി തരാമെന്ന് പറഞ്ഞത് കാരണം നമ്മൾ കസ്റ്റമർ കോൺടാക്റ്റ് ചെയ്തു. അങ്ങനെ പുള്ളിക്കാരത്തിൽ നമ്മളെ വിളിച്ചിട്ട് കുറച്ചധികം സാധനങ്ങൾ പറഞ്ഞിട്ടുണ്ടായിട്ടോ. ഒരു 10 ഡോണറ്റ്സ്, പിന്നെ ചോക്ലേറ്റ് കപ്പ് കേക്ക്, പിന്നെ ഒരു ½ kg ന്യൂട്ടല്ല ബ്രൗണി, ഇത്രയും ഐറ്റംസ് ഒന്ന് കൊടുത്തേക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ വന്ന ഒരു ഓർഡർ ആയിരുന്നു ഇത്. അപ്പോൾ ഡോണറ്റ്സിന് വൈറ്റ് ചോക്ലേറ്റ് ഡിപ്പ് ചെയ്താൽ മതി എന്ന് പറഞ്ഞ കാരണം നമ്മൾ ഇതുപോലെ കുറച്ച് ക്വാണ്ടിറ്റി ചോക്ലേറ്റ് എടുത്തിട്ട് ഒന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുക്കുന്നുണ്ട്. ഈ ചോക്ലേറ്റ് ഡബിൾ ബോയിൽ ചെയ്യുമ്പോൾ ചിലവർ പറയാറുണ്ട് കട്ടയായി പോയി, കറക്റ്റ് ആ ഒരു ടെക്സ്ചറിൽ വന്നില്ല എന്നുള്ളത്. വൈറ്റ് ചോക്ലേറ്റ് ഒക്കെ നമ്മൾ മെൽറ്റ് ചെയ്യുന്ന ടൈമിൽ ഒരിക്കലും ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമ്മൾ മെൽറ്റ് ചെയ്യാനായിട്ട് പാടില്ല. പിന്നെ അതുപോലെ തന്നെ ഒത്തിരി വെള്ളത്തിലേക്ക് ഇറക്കി വെച്ചിട്ട് നമ്മൾ ചെയ്യരുത്. കുറച്ച് വെള്ളമേ പാടുള്ളൂ. അതുപോലെ തന്നെ ഫ്ലെയിം കുറച്ചിട്ടിട്ട് വേണം നമ്മൾ മെൽറ്റ് ചെയ്തെടുക്കാനായിട്ട്. ഏത് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യുമ്പോഴും അങ്ങനെ തന്നെ ചെയ്താൽ മതി. നമുക്ക് ഗനാഷ് ചെയ്യുമ്പോഴാണ് നമുക്ക് പ്രശ്നമൊന്നും ഇല്ലാത്തത്. പക്ഷേ ചോക്ലേറ്റ് വെറുതെ മെൽറ്റ് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. അപ്പോൾ ഇതുപോലെ വൈറ്റ് ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്തിട്ട് പിന്നെ ഡാർക്ക് ചോക്ലേറ്റ് വെച്ചിട്ട് ഒരു ഡിസൈനൊക്കെ കൊടുത്തിട്ടോ. പിന്നെ ഉണ്ടായിരുന്നത് നമ്മൾക്കൊരു കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള കേക്കായിരുന്നു. അപ്പോൾ അതിലേക്ക് നമുക്കിതുപോലെ ചെറിയൊരു ഫ്ലാഗും അതുപോലെ ഡിസൈനൊക്കെ ഉണ്ടായിരുന്നു. ഇതിൻ്റെ മേളിൽ ഒരു കാറും കൂടി വെക്കാനുണ്ടായി. അത് കസ്റ്റമർ ഓൾറെഡി വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ കേക്ക് കൊണ്ടുവരുമ്പോൾ അതിൻ്റെ മേളിലേക്ക് വെച്ച് കൊടുത്തോളാം എന്ന് പറഞ്ഞ കാരണം കാറ് നമുക്ക് വെക്കേണ്ടി വന്നില്ല. അപ്പോൾ കസ്റ്റമർ കാറൊക്കെ വെച്ച് സെറ്റ് ചെയ്തതിന് ശേഷം ഫോട്ടോ അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഫോട്ടോ ഞാനിവിടെ കൊടുത്തേക്കാം. കാറൊക്കെ സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷമുള്ള കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇതായിരുന്നു കേട്ടോ. പിന്നെ ഈ ഒരു ½ kg ന്യൂട്ടല്ല ബ്രൗണി കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെയാണ് നമ്മൾക്ക് ആ ഡോണറ്റ്സും കപ്പ് കേക്കും ഡെലിവറി ചെയ്യാനുണ്ടായത്. അപ്പോൾ ന്യൂട്ടല്ല ബ്രൗണി ഇതുപോലെ നമ്മളോട് പീസാക്കിയിട്ട് സെറ്റ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ നമ്മളിത് 9 പീസാണ് നമ്മൾക്ക് ½ kg കിട്ടിയത് കേട്ടോ. ഇത് ഞാൻ 7 ഇഞ്ചിലാണ് ബേക്ക് ചെയ്തെടുത്തത്. അങ്ങനെ നമ്മൾ ഇതുപോലെ പീസാക്കി കട്ട് ചെയ്തു. ന്യൂട്ടലയൊക്കെ വെച്ചിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ടോ. ഇതിൻ്റെ മുകളിൽ നട്ട്സോ വേറെ ചോക്ലേറ്റ്സോ ഒന്നും തന്നെ വെക്കണമെന്ന് പറഞ്ഞു. പിന്നെ ഒരു ചെറിയ പോർഷൻ വേറൊരു ഓർഡറും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അത് രണ്ടും നമ്മൾ സെറ്റ് ചെയ്തു. പിന്നെ നമ്മളുടെ കപ്പ് കേക്കിൻ്റെ ബാറ്ററും കൂടി ഒന്ന് റെഡിയാക്കി കേട്ടോ. ഞാനിവിടെ ആ ഒരു 4 കപ്പ് കേക്കിന് വേണ്ടിയിട്ടുള്ള ബാറ്ററാണ് റെഡിയാക്കിയിട്ടുണ്ടായത്. വിസ്ക് വെച്ച് തന്നെയാണ് ചെയ്തത് കേട്ടോ. ബീറ്ററൊന്നും യൂസ് ചെയ്തില്ല. അങ്ങനെ കപ്പ് കേക്കും ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചു. അങ്ങനെ ആ വർക്കൊക്കെ ഫിനിഷ് ചെയ്തതിന് ശേഷം അടുത്തത് നമുക്ക് ഉണ്ടായിരുന്നത് ഒരു ചോക്ലേറ്റ് കേക്കായിരുന്നു. അപ്പോൾ അതിലേക്ക് നമ്മളതേ കുറച്ച് ചോക്ലേറ്റ് ഗനാഷൊക്കെ എടുത്തിട്ട് മിക്സ് ചെയ്തു. പിന്നെ ബാക്കിയുള്ളത് നമുക്ക് ഫില്ലിങ്സിലും കാര്യങ്ങൾക്കും ഒക്കെ കൊടുക്കണമായിരുന്നു. അപ്പോൾ ഈ ഒരു പോർഷൻ എൻ്റെ നിന്ന് മിസ്സായിപ്പോയി. കേക്ക് ക്രം കോട്ട് ചെയ്യുന്നതൊന്നും എടുക്കാനായിട്ട് പറ്റിയില്ല കേട്ടോ. ഫൈനൽ ഡിസൈനാണ് എടുക്കാൻ പറ്റിയത്. ഈ ഒരു കസ്റ്റമർ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഡേറ്റ് മാറിപ്പോയതായിരുന്നു. നമ്മൾ ക്രം കോട്ട് ചെയ്ത് വെച്ചതുകൊണ്ടാണ് കസ്റ്റമർക്ക് കറക്റ്റ് ഡേറ്റിൽ തന്നെ ഡെലിവറി ചെയ്യാനായിട്ട് പറ്റിയത്. വോയിസ് ഇട്ടത് പിറ്റേ ദിവസമാണെങ്കിലും ഈവനിങ് ആയപ്പോഴേക്കുമാണ് എന്നോട് പറഞ്ഞിട്ടുണ്ടായത് കേക്കൊക്കെ റെഡി ആയോ കൊണ്ട് തരുമോ എന്ന് ചോദിച്ചു. അപ്പോഴാണ് ഞാൻ പറയുന്നത് നാളത്തേക്കല്ലേ കേക്ക് പറഞ്ഞതെന്ന് ചോദിച്ചപ്പോഴാണ് പുള്ളിയും ഓർത്തത് ഡേറ്റ് മാറി എന്നുള്ളത്.
അങ്ങനെ പിന്നെ നമ്മൾ ക്രം കോട്ടിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞത് കാരണം പിന്നെ ഫൈനൽ കോട്ടിംഗ് ചെയ്യാനായിട്ട് വലിയ ബുദ്ധിമുട്ടില്ലല്ലോ. പിന്നെ ഓൾറെഡി നമുക്ക് മോഡലും അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു രീതി തന്നെയാണ് കേക്ക് ഫൈനൽ ഡിസൈൻ ചെയ്തെടുത്തത്. ഈ ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് കോഫി പൗഡറോ അതല്ലെങ്കിൽ ബൂസ്റ്റിൻ്റെ പൗഡറോ ഒക്കെ ആഡ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ എന്തായാലും നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.